നമസ്കാരം. ഒട്ടുമിക്ക വാഹന ഉടമകൾക്കും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ വാഹനം നോക്കിയാൽ അറിയാൻ പറ്റും, ഇടതുവശത്തെ ഫ്രണ്ട് ഗ്ലാസ്സിലും ബാക്ക് ഗ്ലാസ്സിലും അതുകൂടാതെ തന്നെ അകത്ത ഗ്ലാസ്സിലെല്ലാം ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ ഗ്ലാസ്സിലെല്ലാം ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് വാഹനം രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മഴ സമയത്തോ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഡോർ ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് റിഫ്ലക്ടറാണ്, നമുക്ക് കാണുമ്പോഴറിയാൻ പറ്റുക റിഫ്ലക്ടറാണ്. പക്ഷേ ഇത് ക്ലോസ് ചെയ്താൽ കൂടിയും വാഹനത്തിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്ന നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഡോറിൻ്റെ ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കൂടിയും സീറ്റിൽ വാഹനം കഴുകുന്ന സമയത്ത് സീറ്റിൽ വെള്ളം വീണിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യവും അതിനെക്കുറിച്ച് നോക്കി ഡോറിൻ്റെ മുകൾ വശം എന്തെങ്കിലും ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ ഡോറ് ശരിക്കും അടയാത്തതാണോ എന്നൊക്കെ പല പ്രാവശ്യം നോക്കി. പക്ഷേ ഇതിൽ നമുക്ക് പറ്റിയൊരു കുഴപ്പം പറഞ്ഞുതരാം. ഈ കാണുന്ന ഗ്ലാസ് ഇത്രയും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അതായത് മുൻപ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് എയർ ടൈറ്റായിട്ട് മുന്നിലത്തെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടാനായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഗ്ലാസ് എപ്പോഴും വലതുവശത്തെ ഗ്ലാസ്സാണ് താഴ്ത്തി കിടന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു ഇടതുവശത്തെ ഡോറിൻ്റെ ഗ്ലാസ് ഒരല്പം താഴ്ത്തിയിട്ടിരുന്നു. പക്ഷേ വാഹനം കഴുകിയ സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ആരോ മാർക്കും കൂടെ ഉള്ളതുകൊണ്ട് ആ ഗ്ലാസ് ഉയർത്തിയതാണെന്ന് കരുതിയിട്ട് വാഹനം കഴുകിയതാണ്. പിന്നീട് കഴുകിയ ശേഷമാണ് ഈ കാണുന്ന രീതിയിൽ ഡോറിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കയറിയിട്ട് സീറ്റിൻ്റെ ചാരും അതുകൂടാതെ ഇരിക്കുന്ന സ്ഥലവുമെല്ലാം വെള്ളത്തിൻ്റെ നനവ് പറ്റിയത്. ഇതിൽ പറ്റുന്നൊരു വലിയ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന്, വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഈ സീറ്റിൻ്റെ നനവ് ഉള്ളിൽ നിന്നിട്ട് വെള്ളം നനവ് കൊണ്ട് ഈർപ്പം നിന്നിട്ട് ഉള്ളിലേക്ക് സ്മെല്ല് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊന്നാമത്തൊരു പോയിൻ്റ്. രണ്ടാമത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇരിക്കുന്ന ഭാഗത്തെ അടിയിലത്തെ സ്പ്രിങ് എല്ലാം കാലക്രമേണ ദ്രവിച്ച് തുരുമ്പ് കയറി പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സീറ്റ് നമുക്ക് കഴുകി ഇറക്കാം, സോപ്പ് വെള്ളം വെച്ച് കഴുകി ഇറക്കാം. പക്ഷേ അത് അത്രയും വൃത്തികേടാണെങ്കിൽ മാത്രമേ നമ്മൾ കഴുകി ഇറക്കിയിട്ട് കാര്യമുള്ളൂ. ഇതുപോലത്തെ നനവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമ്മളിപ്പം വാഹനം കഴുകിയ ശേഷം ഡോറ് ക്ലോസ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സീറ്റിൻ്റെ ഈർപ്പം നിന്നിട്ട് സ്പ്രിങ്ങൊക്കെ തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സീറ്റ് മൊത്തവും കഴുകുന്ന സമയത്ത് ഡോറെല്ലാം തുറന്നിട്ട് അകത്ത് കാറ്റും അതുകൂടാതെ തന്നെ വെളിച്ചമൊക്കെ കിട്ടുന്ന ആ ഒരു ചൂടുള്ള സമയത്തായിരിക്കും സീറ്റ് കഴുകുന്നത്. ഇപ്പോൾ മഴ സീസണാണ്. അപ്പോൾ മഴ സീസണായതുകൊണ്ട് നമുക്ക് സീറ്റ് എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കെയർ ചെയ്യണം. അതുമല്ല, വാഹനം കഴുകുന്ന സമയത്ത് ഇതുപോലെ എല്ലാ സൈഡും ഡോറ് തുറന്ന് തന്നെ നോക്കണം. എല്ലാ സൈഡും ഗ്ലാസ് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, ബീഡിങ്ങൊക്കെ നോക്കുമ്പോഴറിയാൻ പറ്റും അത്രയും വെള്ളത്തിൻ്റെ നനവ് പറ്റിയതറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അനുഭവം വരാം. അപ്പം സ്വന്തമായിട്ട് വാഹനം കഴുകുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവറിട്ടിരിക്കുന്ന വാഹനമുണ്ട്. സീറ്റ് കവറിട്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ കൂടിയും ഇതുപോലത്തെ ഈ താഴത്തെ ഭാഗവും അതുകൂടാതെ തന്നെ ഈ വരുന്ന ജോയിൻറ്റിൻ്റെ ഭാഗത്തും കൂടെയെല്ലാം ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ കാലക്രമേണ സ്പ്രിങ്ങിനൊക്കെ തുരുമ്പ് കയറി പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില വാഹനങ്ങളിൽ, ചില ആൾട്ടോ കാറിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇരിക്കുന്ന ഭാഗമൊക്കെ സ്പ്രിങ് പൊട്ടിപ്പോയിട്ട് താഴ്ന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്തത്. എല്ലാ വാഹനം ഓടുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്.